Good morning, ladies and gentlemen. Welcome to your favorite. Good morning, ladies and gentlemen. എൻ്റെ ചെവിയിൽ ഒരു കടുക്കൻ ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഈ കാണുന്നതാണ് നമ്മുടെ ഹുവാവിയുടെ ഫ്രീ ക്ലിപ്സ് 2. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ദിസ് ഇസ് ഒന്നാമത്തെ കാര്യം, ഇറ്റ്സ് എക്സ്പെൻസീവ്. ഇറ്റ്സ് അറൗണ്ട് 700 to 800 dirhams. 600 ആണ്, 650-700 ദിർഹം എന്തോ ആണ് ഇതിൻ്റെ വില വരുന്നത്. രണ്ടാമത്തെ കാര്യം, ഹുവാവി പ്രോഡക്ട്സ് നമ്മളുടെ നാട്ടിൽ കിട്ടാറില്ല. സോ നിങ്ങൾക്ക് ഒരു ഓൾട്ടർനേറ്റീവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫ്രീ ക്ലിപ്സ് ഫ്രം ദ വൺ ആൻഡ് ഓൺലി റിയൽമി ബഡ്സ് ക്ലിപ്പ് എന്നാണ് ഇതിൻ്റെ പേര്. ഇതാണ് പെട്ടി, നല്ല ചിമിട്ടം പെട്ടി, നല്ല ഇവിടെ ഒരു സർക്കിൾ കൊടുത്തിട്ടുണ്ട്, ലൈറ്റ് ഇൻഡിക്കേറ്ററാണ്. പിന്നെ തന്നെ ഇവിടെ നല്ല കണക്ടർ ടൈപ്പ് സിയും, ഇത് മറ്റേ പെയറിങ്ങിനായിട്ടുള്ള ബട്ടൺ. തുറന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ക്ലിപ്പില്ല, ബിക്കോസ് ക്ലിപ്പ് ഞാനിതാണ്ട് ഇവിടെ വെച്ചിരിക്കുകയാണ്. ഇതേപോലെ നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ തന്നെ ഇതാണ് ഫ്രീ ക്ലിപ്സ് വരുന്നത്. തൻ്റെ വലിയ ഒരു 11 മില്ലിമീറ്ററിൻ്റെ ഒരു ഡ്രൈവർ വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്ന പോലെ പാട്ട് ഓണാണ് കേട്ടോ. ഇത് മറ്റേ എടുത്തു കഴിഞ്ഞാലും പോസാവണ പരിപാടിയൊന്നും ഇല്ലാത്തില്ല. ബട്ട് ദിസ് ഇസ് ദി ഐറ്റം. ആൻഡ് നമുക്ക് ദാണ്ട് ഇവിടെ ഒരു ഫ്ലെക്സിബിളായിട്ടുള്ളൊരു സാധനമാണ് വരുന്നത്. പക്ഷേ അകത്തിരിക്കുന്നത് ടൈറ്റാനിയം, ഒരു 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 ചെറിയ ഒരു ടൈറ്റാനിയത്തിൻ്റെ ഒരു ഇതുണ്ടല്ലോ, ടൈറ്റാനിയത്തിൻ്റെ സാധനേ റാ പോലെ ഇരിക്കണ ഒരു ചെറിയ തിന്ന് വയറ് പോലത്തെ ഒരു കമ്പി ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഡ്യൂറബിൾ പരിപാടിക്ക് ഇത് സൂപ്പറാണ്. ആൻഡ് നമുക്കിത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ലുക്കാണ് വരുന്നത്. റൈറ്റ് നിന്ന് ലെഫ്റ്റ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ മൂട്ടിൽ. അപ്പോൾ ഇതേപോലെ വെക്കുക, എൻജോയ് ദ മ്യൂസിക്. ഓക്കെ, സംഭവം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെ വെച്ച് ദൈവത്തിന് ഓർത്ത് കമ്പയർ ചെയ്യല്. ഇതിന് ആ കൊടുക്കണ പ്രൈസിന് കുറേ പരിപാടികളുണ്ട്. പക്ഷേ ഇത് ഫോർ ദ പ്രൈസ് നമുക്കൊന്ന് 5400 രൂപ എന്തോ ആണ് ഫ്ലിപ്കാർട്ടിൽ ഞാൻ കണ്ടത്. ഞാൻ എന്തായാലും എൻ്റെ പ്രോഡക്റ്റിൽ ടാഗ് ചെയ്തേക്കാം, ആ വഴി നിങ്ങൾക്ക് മേടിക്കാം. അല്ലെങ്കിൽ ഡയറക്റ്റ് ഫ്ലിപ്കാർട്ടിൽ പോയി മേടിക്കാം. പ്രോഡക്റ്റ് വഴി മേടിക്കുകയാണെങ്കിൽ എനിക്ക് 5 രൂപ കിട്ടും, അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ എന്താണെങ്കിലും ഇതേപോലെ കടുക്കം പോലെ വെച്ചോണ്ട് നടക്കണമെന്നുണ്ടെങ്കിൽ ഇതൊരു അടിപൊളി സാധനമാണ്. ഇതിനെ എടുത്ത് പറയാനായിട്ട് ബാറ്ററി പറ്റി പറയാനാണെങ്കിൽ നമുക്കൊരു ഫുൾ ചാർജിൽ ഈ സാധനം നമുക്ക് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ 7 മണിക്കൂർ കിട്ടും. ANCയും തേങ്ങയൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ 7 മണിക്കൂർ നമുക്കൊരു 6.5 മണിക്കൂർ വരെ കിട്ടും. അപ്പോൾ ആ ഒരു കാര്യം. പിന്നെ ഇതും വെച്ചുകൊണ്ട് ഫ്ലൈറ്റിൽ പോകാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും പറയാനില്ല. ആ ഒരു വസ്തു കേൾക്കാൻ പറ്റില്ല. നമ്മൾ അത്യാവശ്യം ജിമ്മിൽ പോകുമ്പോൾ തന്നെ ഇത് നമുക്ക് ഫുൾ വോളിയത്തിൽ വെക്കാൻ പറ്റില്ല, ബിക്കോസ് ബാക്കിയുള്ളവനും കൂടെ കേൾക്കും. ചിലപ്പോൾ അവൻ വേണ്ടിയിട്ട് പറയാം ഒന്ന് പതുക്കെ ഒന്ന് സൗണ്ട് വയ്ക്കൂ എന്ന് ചിലപ്പോൾ ചോദിക്കുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ്. ഇതിൽ ഫുൾ വോളിയത്തിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കേൾക്കാൻ പറ്റും സൈഡിൽ ഇരിക്കണവനെ. അപ്പം ഇതിപ്പം റിയൽമിയുടെ ഫോണാണ് ഞാൻ യൂസ് ചെയ്യണം. റിയൽമി ലിങ്ക് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പുണ്ട്. അപ്പോൾ ഞാൻ ആപ്പിൻ്റെ അകത്ത് എന്തിനുണ്ടെന്ന് കാണിച്ചു തരാം. എവിടെയും മറ്റേ സ്ക്രീൻ റെക്കോർഡിങ് സ്റ്റാർട്ടാവടേ. ഓക്കെ, സ്റ്റാർട്ടായിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ആപ്പ്, നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. ഇതാണ് റിയൽമിയുടെ ബഡ്സ് ക്ലിപ്പ് എന്ന് പറയുന്ന ആപ്പ്. അതിൽ നിങ്ങൾക്ക് ബാറ്ററി ഇൻഡിക്കേഷൻ ലെഫ്റ്റ് റൈറ്റിലൊക്കെ കാണാം. ഈക്വലൈസർ മോഡിൽ ഒറിജിനൽ സൗണ്ട്, അത് കഴിഞ്ഞ് വേറൊന്നും ഇടരുത്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ സെറിനേഡ് എന്ന് പറയുന്ന ആ സാധനം വേണം ക്ലിയർ ഓഡിയോയ്ക്ക് വേണ്ടിയിട്ട്. മറ്റേ ആൾക്കാർ പാടണത് മാത്രം നല്ലപോലെ കേട്ടാൽ മതി. ആ ക്ലിയർ ബേസിലും ഡീപ്പ് ബേസിൽ കൈ വെക്കരുത്. പിന്നെ നമുക്ക് 6 ബാൻഡ് ഈക്വലൈസർ വരുന്നുണ്ട്. ഞാൻ പറയില്ല, നമുക്ക് ഈക്വലൈസറും കാര്യങ്ങളൊക്കെ നമുക്കൊരു ക്ലോസ് നല്ല രീതിയിലുള്ള ഇയർ ഫിറ്റിലെ അതൊക്കെ വെച്ചിട്ട് കാര്യമുള്ളൂ. അല്ലാതെ ഇങ്ങനത്തെ ഒരു ഓപ്പൺ ഇയറിൽ ഈക്വലൈസറും ഈ പറയുന്ന EQ പോലും ഡസൻറ്റ് മാറ്റർ, ടു ബി ഓണസ്റ്റ്. ഒരു പ്യുവറായിട്ടുള്ള നല്ല ബേസും അല്ലെങ്കിൽ അതൊന്നും നമുക്ക് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം ഒറിജിനൽ സൗണ്ടിൽ തുടരുത്. സ്പേഷ്യൽ ഓഡിയോ ഉണ്ട്. അപ്പോൾ സിനിമയൊക്കെ കാണുന്ന സമയത്ത് കുറച്ച് കറക്കിയൊക്കെ മറ്റേ 3Dയിലൊക്കെ കേൾക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നെറ്റ്ഫ്ലിക്സൊക്കെ സിനിമ കാണുന്ന സമയത്ത് ഈ സാധനം ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ കാര്യം സെറ്റാണ്. പിന്നെ നമുക്ക് ഡൈനാമിക് ഓഡിയോ എന്ന് പറയുന്ന സാധനമുണ്ട്. അതേപോലെ ബേസ് ബൂസ്റ്റ് തുടരുത്. പിന്നെ AI ഫീച്ചേഴ്സിൽ നമുക്ക് ട്രാൻസ്ലേഷൻ വരുന്നുണ്ട്, വിച്ച് ഇസ് ആക്ച്വലി വെരി നൈസ്. ലൈവ് ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരാൾ സംസാരിക്കുന്നത് അതേപോലെ ഈ സാധനം കേട്ടിട്ട് നമുക്കത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പരിപാടിയും. ഫേസ് ടു ഫേസ് ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം പറയുന്നു, അപ്പുറത്തുള്ളത് ഹിന്ദിക്കാരനോ ചൈനക്കാരനോ, അത് നമുക്ക് അത്യാവശ്യം കുറച്ച് ലാംഗ്വേജ് ഉണ്ട്. അതായത് ഇംഗ്ലീഷ്, ജാപ്പനീസ്, കൊറിയൻ, ജർമ്മൻ, ഇറ്റാലിയൻ ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ പക്കയായിട്ട് പറഞ്ഞു തരും. ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ ഒരു കാര്യം കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ പറയണം, hey, how is everything? I hope you are doing good. I am actually good here. So what's the weather like today in Delhi? എൻ്റെ ഇംഗ്ലീഷ് പോരാ,
അപ്പോൾ ഹിന്ദിയിൽ എന്തിനാണെന്ന് നോക്കട്ടെ. नमस्ते, सब कैसा है? उम्मीद है आप अच्छे होंगे. मैं यहाँ ठीक हूँ. तो दिल्ली में आज मौसम कैसा है? കണ്ട, അപ്പോൾ പക്കയായിട്ടുള്ള ട്രാൻസ്ലേഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ക്വിക്ക് കൺട്രോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇത് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡബിൾ ടാപ്പ് ചെയ്താൽ പ്ലേ പോസ് കോൾ എടുക്കുക എൻഡ് ചെയ്യുകയൊക്കെയാണ് ഡബിൾ ടാപ്പ്. ട്രിപ്പിൾ ടാപ്പിന് ഇത് മാറുക, ട്രാക്ക് മാറുക. അത് അത്യാവശ്യമായിട്ട് വർക്ക് ചെയ്യും കേട്ടോ. 2 പ്രാവശ്യം ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലേ പോസ് 1 2 3 1 2 3 അടുത്ത പാട്ടായി. 1 2 3 അടുത്ത പാട്ടായി. നമുക്കത് കൺട്രോളിൽ പോയിട്ട് നെക്സ്റ്റ് ട്രാക്ക് എല്ലാം നെക്സ്റ്റ് ട്രാക്കാണ് ട്രിപ്പിൾ ടാക്ക് കൊടുത്തത്. അത് നമുക്ക് വേണമെങ്കിൽ ഗെയിം മോഡിലോട്ടാക്കാം, ഫേസ് ട്രാൻസ്ലേഷൻ ആക്കാം, നമുക്ക് പ്രീവിയസ് ട്രാക്ക് ആക്കാം, ഏത് വേണമെങ്കിലും ആക്കാം. ആൻഡ് ടച്ച് വർക്ക്സ് പെർഫെക്റ്റ്ലി. പിന്നെ നമുക്ക് ഇവിടെ ഗെയിം മോഡുണ്ട് 45 മില്ലി MS-ൻ്റെ മില്ലി സെക്കൻഡിൻ്റെ ഗെയിമിംഗ് ലോ ലേറ്റൻസി മോഡുണ്ട്. അപ്പം ഗെയിം കളിക്കാൻ അത്യാവശ്യം ഇത് യൂസ് ചെയ്യാം. പക്ഷേ അഗെയിൻ ഗെയിമിൽ മെയിനായിട്ടും വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് സ്റ്റെപ്പ് ക്ലിയർ ആയിട്ട് കേൾക്കുക, അങ്ങനത്തെ പരിപാടികളാണ്. സോ അതിന് നമുക്കൊരു ക്ലോസ്ഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ വയേർഡ് ആയിട്ടുള്ള ഹെഡ്സെറ്റുകൾ യൂസ് ചെയ്യുക. മൈൻഡ് ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് റിലാക്സേഷൻ പരിപാടിയാണ്. അതായത് മറ്റേ എന്തിരില്ല ഇല്ലി ഇവിടെ ഉണ്ടായിരുന്നു മൈൻഡ് ഫ്ലോ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ മഴ സൗണ്ട്, മറ്റേ അങ്ങനത്തെ റിലാക്സേഷൻ മ്യൂസിക് ഉണ്ടല്ലോ, അതാണ് അവിടെ. ബട്ടൺ സെറ്റിങ്സിൽ മറ്റേ സെയിം സാധനം തന്നെ നമ്മൾ ഇത് ചെയ്യാം. ഡ്യുവൽ ഡിവൈസ് കണക്ഷൻ ഉണ്ട്. ഒരേ സമയത്ത് ഒരു ടാബ്ലറ്റോ ഫോണോ അങ്ങനെ നമുക്ക് ഡ്യുവൽ ഡിവൈസ് കണക്ടിവിറ്റി ഉണ്ട്. ബ്ലൂടൂത്ത് 5.4 ആണ്. അതുകൊണ്ട് ഗൂഗിൾ ഫാസ്റ്റ് പെയർ സപ്പോർട്ട് ഇതിൻ്റെ അകത്തുണ്ട്. ഫൈൻഡ് മൈ ഇയർബഡ്സ് ഉണ്ട്. സോ ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻ പരിപാടി. അപ്പം ഇത് ഞാൻ പറയില്ല ബേസ് മോശമൊന്നുമല്ല, ബേസ് കുഴപ്പമില്ലെന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് ഏകദേശം നല്ല ഒരു ആംപ്ലിഫയർ വരുന്നുണ്ട്. നമുക്ക് ഡ്യുവൽ മൈക്ക് സെറ്റപ്പാണ് വരുന്നത് വിത്ത് ENC എൻവയോൺമെൻറ്റൽ നോയ്സ് ക്യാൻസലേഷൻ, വിൻഡ് ക്യാൻസലേഷൻ ഒക്കെ ഉണ്ട്. സോ കോൾ ചെയ്യുന്ന പരിപാടിയും അത്യാവശ്യം ഡീസൻ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. കുറച്ചും കൂടെ ഞാൻ പറയും, ഇത് ഇപ്പോൾ ഈ ഓപ്പൺ ഇയർ ബഡ്സ് കുറച്ച് അത്യാവശ്യം കയറി വരുന്നുണ്ട്, ആൾക്കാർ പ്രിഫർ ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോഴത്തേക്ക് കാലത്ത് ഇപ്പം മിസൈലിൻ്റെ കാലഘട്ടമൊക്കെ വരുന്ന സമയത്ത് നമുക്കത് കേൾക്കണം എന്നുള്ളൊരു ഇതിൽ ഇരിക്കുമ്പോൾ ANC ഒക്കെ വെച്ച് ലോകം മറന്നിരിക്കുന്നത് അത്ര നല്ലതല്ല. അപ്പം അങ്ങനത്തെ ഉള്ള രീതിയിലായതുകൊണ്ടായിരിക്കും ആൾക്കാർക്ക് ഇപ്പോൾ ഒരു ലോകത്ത് എന്താണ് നടക്കണതെന്ന് കേട്ടോണ്ട് പാട്ട് കേൾക്കാനാണ് താല്പര്യം. പാട്ട് കേൾക്കാൻ ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര നൈസ് തന്നെയാണ്, വളരെ അത്യാവശ്യം നല്ല ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ വോളിയം ഹൈ വെച്ചാൽ പോലും അത്ര ഇത് നമ്മൾ കമ്പയറിങ് ടു ഹുവാവി അത്ര ഹൈ അല്ല. ബട്ട് സ്റ്റിൽ ഹൈ വോളിയത്തിൽ ബാക്കിയിരിക്കണവന്മാർക്ക് എല്ലാം കേൾക്കാൻ പറ്റും. അപ്പോൾ നമ്മളൊരു 70 to 75% വെക്കുകയാണെങ്കിൽ അത്യാവശ്യം നിങ്ങൾക്ക് നിങ്ങളുടേതായ കാര്യങ്ങളും ചെയ്ത് ഇരുന്ന് വർക്ക് ചെയ്തുകൊണ്ടൊക്കെ ഇരുന്ന് നിങ്ങൾക്ക് പാട്ട് കേൾക്കാം. എന്താണെങ്കിലും മൈ ക്വാളിറ്റി കൊള്ളാം, ഫീച്ചേഴ്സും കൊള്ളാം, പ്രൈസും കൊള്ളാം. അപ്പോൾ നിങ്ങൾക്കൊരു ഓപ്പൺ ഇയർ ഈ പറയുന്ന ക്ലിപ്പ് മോഡൽ സാധനം വേണമെന്നുണ്ടെങ്കിൽ റിയൽമിയുടെ ബഡ്സ് ക്ലിപ്പ് ഇസ് അവൈലബിൾ ഇൻ ഫ്ലിപ്കാർട്ട്. ആൻഡ് വേണ്ടവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടാഗ് ചെയ്തേക്കാം, അല്ലാത്തവർക്ക് ഡയറക്റ്റ് പോയി മേടിക്കാം, നിങ്ങളുടെ ഇഷ്ടം. കഴിഞ്ഞ ദിവസം എന്നെ ഒരാൾ ഒരു റീല് ഞാൻ കണ്ട് കുറേ പേര് എന്നെ ടാഗൊക്കെ ചെയ്യാനുണ്ട്. എനിക്ക് ആകെ പറയാനുള്ളൊരു ഒറ്റ കാര്യമേ ഉള്ളൂ, എന്നെ ചൊറിയാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ മാന്തും. ഞാനത് ചെയ്യാതിരിക്കുന്നത് എനിക്ക് അൺനെസസറി ആയിട്ടുള്ള ഡ്രാമയും ഈ പറയുന്ന ഇതൊന്നും എനിക്ക് താല്പര്യം. ഒന്നാമത്തെ കാര്യം ടെക് ലോകത്തിലോട്ട് എനിക്കത് കൊണ്ടുവരാൻ യാതൊരു താല്പര്യവുമില്ല. ഞാൻ പറയാം, ഞാൻ ചെയ്തത് എൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്, അത് ഞാൻ ഐ സ്റ്റിക്ക് ടു വാട്ട് ഐ സെഡ്. പക്ഷേ ഞാൻ പറയാം ബഡ്സ് ഞാൻ ഒരിക്കലും ഈ ബഡ്സിൽ ഗ്രീൻ ലൈൻ വന്നിട്ടുണ്ടോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഈ ബഡ്സിൽ ഗ്രീൻ ലൈൻ വന്നിട്ടുണ്ടോ? ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് സാംസങ്ങിൻ്റെ ഫോണുകളുടെ എതിരെയാണ്, അല്ലാതെ എനിക്ക് നിലപാട് പറഞ്ഞാൽ അതൊന്നുമില്ല. ഞാൻ സാംസങ്ങിനെ അങ്ങനെ അതെന്നല്ല പറഞ്ഞത്. സാംസങ്ങിൻ്റെ ബഡ്സൊക്കെ ഞാൻ എന്നും യൂസ് ചെയ്യുന്നൊരു സാധനമാണ്. ഞാൻ പറഞ്ഞ എൻ്റെ ഒരു കാര്യമാണ്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു കുഴപ്പവും വരില്ല. അവന്മാരെന്ന് ഇയർലി കോൺട്രാക്റ്റും മേടിച്ച് വെച്ചിട്ട് കാശും ഉണ്ടാക്കാൻ എനിക്ക് ഇവിടെ ഒരു പ്രശ്നവും ഇല്ല. സാംസങ് എത്ര പ്രോഡക്റ്റാണ് ഇറക്കണത് നിങ്ങൾ തന്നെ നോക്കിയാൽ മതി. അത് വേണ്ടാന്ന് വെച്ചിട്ട് ഇത് ചെയ്യണമെങ്കിൽ എനിക്ക് തലയ്ക്കകത്ത് സത്യം പറഞ്ഞാൽ എന്നെ പറഞ്ഞാൽ മതി, വേറെ ആരെയും പറയണം, എന്നെ പറഞ്ഞാൽ മതി. എൻ്റെ പ്രശ്നമാണ്. എന്തിനാണ് വെറുതെ ഈ നാട്ടുകാരെ ഇല്ലേ, ഒരു കാര്യമില്ല. എന്ത് ചെയ്യാൻ പറ്റും? ഈ ചാനൽ പണ്ട് തൊട്ട് ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ പിന്നെ അത് കണ്ടിന്യൂ ചെയ്യണമെന്നേ ഉള്ളൂ. മോണിറ്ററി ബെനിഫിറ്റ്സ് നോക്കാൻ പോയിരുന്നെങ്കിൽ ഞാൻ വേറെ ലെവലിൽ നിന്നേനെ, ഞാൻ കാര്യമായിട്ടും പറയണേന്. എന്താണെങ്കിലും ഐ റിയലി ലൈക്ക് ദിസ് പ്രോഡക്റ്റ്. നിങ്ങളും ഈ പ്രോഡക്റ്റ് മേടിച്ച് യൂസ് ചെയ്യുന്നവർ ഡെഫിനറ്റ്ലി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം പറയാം. പിന്നെ വേറൊരു കേസ്, ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് വേറെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഈ ഒരു സാധനം ഒക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്കൊരു 3-4 വർഷം കഴിയുമ്പോൾ ഇതിൻ്റെ ബാറ്ററി പരിപാടിയൊക്കെ തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് എടുത്ത് കളയാനേ കൊള്ളാവൂ എന്ന് ഞാൻ സാധനം പറഞ്ഞപ്പോൾ ഒരുപാട് പേര് എന്നെ ടാഗ് ചെയ്തായിരുന്നു. അതായത് ബ്രോ ഇതിൻ്റെ ബാറ്ററി നമുക്ക് മാറ്റാൻ പറ്റും ബ്രോ അങ്ങനെ. പക്ഷേ ഒരു കാര്യം പറയും, ഇതൊക്കെ ഉണ്ടല്ലോ, ഈ സാധനമൊക്കെ ഒന്ന് ഊരിയ
അവർ മറ്റേ ഒട്ടിച്ചിരിക്കുന്ന മറ്റേ ആ സ്റ്റിക്കി സാധനമൊക്കെ ഒന്ന് ഇളക്കി കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു പരിപാടി തീരും. ഇവർ ഈ പറയുന്ന ഒക്കുസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ തീരും. പിന്നെ അതിൽ വേറൊരു തേർഡ് പാർട്ടി ബാറ്ററി വെച്ചൂടെന്നൊന്നും ഇവിടെ ആരും പറയുന്നില്ല, അങ്ങനെ വെക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഞാൻ വിശ്വസിക്കൂല, അതെടുത്ത് ഞാൻ ചെവി വെക്കൂല, ഉള്ള കാര്യം പറയാം. അത് എൻ്റെ ദിസ് ഇസ് സ്ട്രിക്ട്ലി മൈ പേഴ്സണൽ ഒപ്പീനിയൻ. നിങ്ങൾക്ക് ചെയ്യാം, എനിക്ക് ഒരു പ്രശ്നമില്ല, നിങ്ങൾക്ക് അത് വെക്കണമെങ്കിൽ വെച്ചോ, ഒരു കുഴപ്പമില്ല. പക്ഷേ ഞാൻ പേഴ്സണലി അത് വെക്കൂല, അത്രേ ഉള്ളൂ. വേറെ ഒരു കാര്യം ഇവിടെ ഇല്ല. നത്തിങ്, യു ക്യാൻ ഡൂ വാട്ട് എവർ യു വാണ്ട്. പക്ഷേ എൻ്റെ കാഴ്ചപ്പാടിൽ ഇതിൻ്റെ ആ ഒരു ഇതൊക്കെ ഊരി കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ ആ ഒരു സൗണ്ട് ക്ലാരിറ്റിയൊക്കെ നഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബാറ്ററി കൂടുമായിരിക്കും, അതേപോലെ തേർഡ് പാർട്ടി ബാറ്ററി ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ സാധനം അങ്ങനെ പറഞ്ഞത്. അല്ലാത്തവർക്ക് ഞാൻ നിങ്ങൾക്കിത് റിപ്പയർ ചെയ്യാൻ പറ്റുമെങ്കിൽ റിപ്പയർ ചെയ്തോടെ, ഒരു കുഴപ്പമില്ല. ഫ്രീ, ഇറ്റ്സ് എ ഫ്രീ വേൾഡ്, യു ക്യാൻ ഡു വാട്ട് എവർ യു വാണ്ട്. ഞാൻ എൻ്റെ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ഞാൻ പറഞ്ഞില്ല, ഒഫീഷ്യലി നിങ്ങൾക്ക് റിയൽമിയോ ബോസോ സോണിയോ ബാങ് ആൻഡ് ഒലിഫ്സനോ അല്ലെങ്കിൽ ബോവേഴ്സ് ആൻഡ് വെൽക്കിങ്സോ നിങ്ങൾക്ക് ബാറ്ററി മാറ്റി തരൂല ഫ്രം ദ ബ്രാൻഡ്, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ പോകുന്നു. ടേക്ക് കെയർ, ലവ് യു ഓൾ. അടുത്ത വീഡിയോയുമായി വരുന്നവരെ സന്ധിക്കും വരെ ടാറ്റ, ബൈ ബൈ.